ഹലോ ഗേസ്, ഞങ്ങളുടെ വീടിൻ്റെ പുറകെ തന്നെ പ്ലാവുണ്ട് കേട്ടോ. തൊട്ട് പുറകെ തന്നെ അവിടെ ചക്ക നന്നായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ചക്ക. ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നേ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ എന്താ പറയുക ഉണ്ടോ, സ്ഥലം നല്ല പ്രകൃതി രമണീയമായ സ്ഥലം കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് അടിപൊളി സ്ഥലം കേട്ടോ. നല്ല വ്യൂസാണ് നമുക്ക്. അത് തൊട്ട് പുറകിൽ ഞാൻ പറഞ്ഞ റെയിൽവേ ഉണ്ട് പറഞ്ഞിരുന്നില്ല, അവിടെ റെയിലാണ് കേട്ടോ അങ്ങോട്ടേക്ക്. പിന്നെ ഇതാ നന്ദൂസ് ഇതാ ഭയങ്കര കളിയിലാണ്. നന്ദൂസേ ഹായ് പറയടി. ഏയ് നന്ദിട്ടിപ്പോൾ കുളിയൊക്കെ കഴിയുന്നു, പക്ഷെ ഒരു ഉറങ്ങി എണീറ്റിട്ടോ. നന്ദിട്ട ഹായ് പറയടാ. നന്ദിട്ടാ ഇതോട് ഭയങ്കര കളിയിലാണ് കേട്ടോ. ഒറ്റയ്ക്കുള്ള കളിയില പാവം. കുട്ടൂസ് പിള്ളേരൊക്കെ TV കണ്ടോണ്ടിരിക്കുകയാണ്. നന്ദിക്കുട്ടാ നന്ദിക്കുട്ടൻ ഭയങ്കര ജലദോഷമാണ് കേട്ടോ. എനിക്കും ജലദോഷം തന്നെയാണ്, അവൾക്കും ജലദോഷമാണ് കേട്ടോ. പിന്നെ പോകുന്നു. ഇവക്കാണെങ്കിൽ പെട്ടെന്ന് ശ്വാസം മുട്ടലൊക്കെ വരും. അത് കാരണം ഭയങ്കര പേടിയാണ് നമുക്ക്. ക്ലൈമറ്റിനനുസരിച്ച് അസുഖം വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവൾക്ക്. പൊടിയൊന്നും തീരെ പറ്റില്ല. ഇങ്ങനെ പോവുക. ഹോസ്പിറ്റലും കാര്യങ്ങളായിട്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിനടുത്ത് വീടുണ്ടെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് പറയാം. കാരണം അത്രയും ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ കേസാണ് എപ്പോഴും. ഒരാൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക്. ഏട്ടനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര വയറുവേദനയും ഷോൾഡർ പെയിൻ, ഒരു സൈഡ് മൊത്തം ഭയങ്കര പെയിനാണ്. ഇങ്ങനെയൊക്കെ പോകുന്നു. നന്ദൂസ് അവിടെ കളിച്ചോണ്ടിരിക്കുന്നു. നന്ദൂസേ വിശക്കുണ്ടോടാ? നന്ദു വിശക്കുന്നുണ്ടോ? ഇല്ല നന്ദു, ഇല്ല പറഞ്ഞേ. നന്ദുവിന് പിന്നെ മിഠായി, മിക്സ് മിഠായി ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ. നന്ദൂസ് മിക്സ് മിഠായിൻ്റെ ആളാട്ടോ. ഈ പ്രായത്തിൽ മിക്സ് മിഠായി കഴിക്കുന്ന, ഇത്രയും അധികം മിക്സ് മിഠായി കഴിച്ചിട്ടുള്ള ഒരാൾ നന്ദൂസേ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ ആരെങ്കിലും കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് എഴുതണേ. ഇവള് മിക്സ് മിഠായി ഒരു 6 ഒപ്പം കൊടുത്ത് 6 ഒരുമിച്ച് കഴിക്കുന്നതാണ് ഒരാള്. അത്രയ്ക്ക് ഇഷ്ടമാണ് അവൾക്ക് മിക്സ് മിഠായി കേട്ടോ. എൻ്റെ ചെറുപ്പത്തിലൊന്നും എനിക്കിഷ്ടം തന്നെയല്ലാത്തൊരു സംഭവമാണ് മിക്സ് മിഠായി എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുക, അപ്പുറത്തൊരു വീടാണ്. ഇവിടെ ഈ ഫ്രൂട്ടിന് നിങ്ങളോട് എന്താ പറയുക, ഈ ചേച്ചി ഞങ്ങൾക്ക് ഫ്രൂട്ട്സ് തന്നിട്ടുണ്ടായിരുന്നു. ഞാനെന്നിട്ട് ജ്യൂസ് അടിച്ചു. എന്താ പറയുക, മല്ലി ഇല, പുതിന ഇലയും നാരങ്ങയും എല്ലാം ഇട്ട് ഞാൻ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നിട്ട്. ഇത് നിങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. പിന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ സാധനം. അതങ്ങനെ പോകുന്നു നമ്മളെ വീഡിയോ. ഇങ്ങനെ പോകുന്നത് നമ്മളെ തൊട്ടടുത്തുള്ള ആൻറ്റീൻ്റെ വീടാണ്. നല്ല സ്നേഹമുള്ള ആൻറ്റി കേട്ടോ. പൊന്നൂസ് എപ്പോഴും അവിടെ പോയിട്ട് ആൻറ്റി എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ ആണെങ്കിൽ മിഠായി ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുമ്പോൾ അവിടെ നിന്ന് മിഠായും കൊടുക്കും. അപ്പോൾ അത് കാരണം അവൾക്ക് അവിടെ ഭയങ്കര പിടുത്താണ് കേട്ടോ. എപ്പോഴും ആൻറ്റീനോട് പറയണേ ആൻറ്റി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തിരി ഗ്യാപ്പ് കിട്ടി അങ്ങോട്ടേക്ക് ഓടും നന്ദൂസ്. അപ്പോൾ നന്ദൂസ് പോയി നിൽക്കുക കേട്ടോ. നന്ദൂസ് എന്താ പണി, എന്തോന്ന് ഒപ്പിക്കാനുള്ളതിലാണ് ഇങ്ങനെ പോയി നിൽക്കുന്ന ആള്. പിന്നെ ഒരു മെയിൻ പരിപാടി ഇതാണ് അവൾക്ക്. ഗേറ്റിൽ കയറുക ഒരു പരിപാടി അവൾക്ക്. വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നന്ദൂസേ ഇറങ്ങി നന്ദൂസേ അങ്ങോട്ട് ഇറങ്ങി വാ പോവാ. നല്ല വെയിലായിട്ടുണ്ട്. അങ്ങനെ നമ്മളെ റോഡ് ഇങ്ങനെ പോകുന്നു കേട്ടോ. പിന്നെ കുട്ടനാ എന്നിട്ടാ പോവാ. ഇനി ഞങ്ങൾ അഴ കെട്ടിക്കുന്നത് ഇവിടെ കേട്ടോ. ഡ്രസ്സിടാൻ മുകളിൽ സ്ഥലമുണ്ട്, പക്ഷെ ഞങ്ങൾ എന്നാലും ഇവിടെയാണ് ഇടുന്നത്. ഞാൻ മുകളിലേക്ക് കയറാൻ ചിലപ്പോൾ മടിയാണ്. ഗെയ്സ്, നമുക്ക് നന്ദൂസിനെ വിളിച്ചിട്ടാ എന്ന് കാണിച്ചു കൊടുത്താൽ കണ്ടു കേട്ടോ അവള്. തരില്ല എനിക്ക് വേണം, തരൂല. അയ്യടെ പെണ്ണേ തരൂല കേട്ടോ, തരൂല. ഞാൻ കഴിക്കാൻ പോവാ പറഞ്ഞില്ലേക്ക് വേണം. അനുസരിച്ച് കലിപ്പിളക കേട്ടോ. ഞാൻ അത് കടിക്കുക കേട്ടോ. കണ്ടിട്ട് വായിലിടാൻ പോവാണേ. വായിലിടാൻ പോകുന്നതൊക്കെ എന്ത് മിഠായി അമ്മയ്ക്ക് വേണം.
മിഠായി അമ്മയ്ക്ക് വേണം, അമ്മ തിന്നാൻ പോവാ. ഞാൻ മിക്സിണ്ടായി പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ കളിപ്പായിരിക്കും. ഞാൻ കഴിക്കട്ടെ. പോ ഞാൻ കഴിക്കട്ടെ. പോ. കൊടുത്തോട്ടാക്ക്. അമ്മയ്ക്ക് രസം തരുമോടാ എന്തുട്ടാ? അമ്മയ്ക്ക് രസം തരുമോ? നന്ദ ബേബി കഷ്ണം തരുമോടാ? നന്ദ ബേബി കഷ്ണം തരുമോ? തരില്ലോ? തരൂലെന്നിട്ടോ കൂട്ടുകാരെ. എടാ ഒരു കഷ്ണം തരുമോടാ അമ്മയ്ക്ക്? പൊന്നല്ലേ. കിട്ടിയ സന്തോഷമാണ് കേട്ടോ. മിഠായി കിട്ടിയ സന്തോഷത്തിൽ നന്ദിച്ചിട്ടാണ്. ഒരെണ്ണം നാളെ ഏട്ടൻ കൊണ്ടുവന്നതിന് ബാക്കിയുണ്ടായിരുന്നു, അത് എടുത്തു കൊടുത്തത്. അപ്പം പൊളിച്ചെടുക്കുകയാണ്. കവറിനുള്ളത് പുറത്തേക്ക് എടുക്കാനിട്ട ഗീസ്. മിഠായി എടുത്ത് കഷ്ണം വേണ്ടോട്ടെ. അമ്മയ്ക്ക് കഷ്ണം തരുമോ? തരുമോ? കുഞ്ഞു കഷ്ണം മതിയടാ. കുഞ്ഞു കഷ്ണം കൊണ്ട് അമ്മയ്ക്ക് കൊണ്ട നന്ദുസേ. അടൊക്കെയാ മക്കളെ കണ്ടത്. കവർ തരണേണ്ടോ? ഇതല്ല വേണ്ടത്, മിഠായിയാ വേണ്ടത്. ഇതെന്തിനാക്കി അമ്മയ്ക്ക് മിഠായി കാത്താ? മിഠായി താന്ന് കൊണ്ടോ തരില്ലിട്ടവളെ. മിഠായി രണ്ടും വായിട്ട് കണ്ട. അത്ര പെട്ടെന്ന് പത്രം കൊടുത്താൾ കഴിക്കും.